ക്രിക്ടോക്സ് വിത്ത് സമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CSK വീണ്ടും പൊട്ടി. നിലവിൽ പഞ്ചാബ് കിങ്സിനോട് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ചെപ്പോക്കിലാണ് നാണം കെട്ടുപോയത്. ആ പഴയ ചെപ്പോക്കിൽ കോട്ടയൊന്നുമല്ല ഇപ്പോൾ CSKക്ക് സ്വന്തം ഗ്രൗണ്ടിൽ കാലിടരുന്നത് നമ്മൾ കുറെ പ്രാവശ്യമായിട്ട് കാണുന്നുണ്ട്. അവർ അവസാനം കളിച്ച 6 കളികളിൽ 6ലും പൊട്ടി ചെപ്പോക്കില്. ഇന്നലെ ഇപ്പോൾ ടോസ് കിട്ടിയിട്ട് പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിങ്ങിലേക്ക് വരുന്നു. അവരുടെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ ഇപ്പോ സഞ്ജു സാംസനെ തുടക്കത്തിലേ നഷ്ടപ്പെട്ടു. അദ്ദേഹം 7 റൺസ് മാത്രമാണ് എടുക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ മിന്നുന്ന ഫോമിലായിരുന്നു. പക്ഷേ ഈ IPL ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു, 2ാം മത്സരത്തിലും അദ്ദേഹം പരാജയപ്പെട്ടു. അത് മാത്രമല്ല, അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് സഞ്ജു സാംസനെ കൂടാതെ ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദാണ്. ഗെയ്ക്വാദ് ആവട്ടെ അദ്ദേഹവും ഫോമിലല്ല. അദ്ദേഹം 22 പന്തിൽ 28 റൺസ് അടിച്ച് അദ്ദേഹവും ഔട്ടായി. അദ്ദേഹത്തിന് ആ ക്യാപ്റ്റൻസി പ്രഷർ ഉണ്ട്. അദ്ദേഹം ലാസ്റ്റ് കളിച്ച ഒരു 10-12 കളികൾ എടുത്തു നോക്കാം, അത്ര വലിയ പെർഫോമൻസ് ഒന്നുമല്ല ഗെയ്ക്വാദിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിനും ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ആയുഷ് മാത്രയുടെ കാര്യം, ആയുഷ് മാത്ര ഇന്നലെ മികച്ച പ്രകടനം നടത്തി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അടി കൊണ്ടാണ് ഒരു 209 എന്ന വലിയ ടോട്ടൽ ചെപ്പോക്കിലെ പിച്ചിൽ അതൊരു മോശമില്ലാത്ത ടോട്ടലാണ്. 2024 ശേഷം ആദ്യമായിട്ടാണ് ചെപ്പോക്കിൽ 200 റൺസ് കയറുന്നത് എന്ന് കൂടി നോക്കണം. ആയുഷ് മാത്രം 43 പന്തിലെടുത്തത് 73 റൺസാണ്. അതൊരു ഗുഡ് സൈൻ ആയിരിക്കും. നമ്പർ ത്രീയിൽ ആരെന്ന് ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആയുഷ് മാത്രമേ ഇപ്പൊ ഫോമിലേക്കാണ്. ആയുഷ് മാത്രയുടെ 2 ലൈഫ് കിട്ടിയിട്ടുണ്ടെന്ന കാര്യം മറക്കുന്നില്ല. എന്നാൽ പോലും അദ്ദേഹം ടച്ച് വീണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ശിവൻ ദുബെ, അദ്ദേഹം ഒരു ഘട്ടത്തിൽ 14 പന്തിൽ 14 റൺസ് ആയിരുന്നു എടുത്തത്. പിന്നീട് അദ്ദേഹം ആനടിച്ചു ആക്സിലേറ്റ് ചെയ്തു. 27 പന്തിൽ 45 റൺസിലേക്ക് ശിവം ദുബെ എത്തി. പിന്നെ കാർത്തിക് ശർമ്മ, അദ്ദേഹത്തിന് വീണ്ടും തിളങ്ങാനായിട്ടില്ല. അദ്ദേഹം 3 പന്തിൽ 1 റൺസ് മാത്രമാണ് കാർത്തിക് ശർമ്മ എടുത്തത്. 14 കോടിയുടെ പ്രഷർ അദ്ദേഹത്തിന് താങ്ങാൻ ആവുന്നുണ്ടോ സംശയമാണ്. പിന്നെ സർഫറാസ് ഖാന്റെ കമിയോ എടുത്തു പറയേണ്ടതെന്നാണ്. അദ്ദേഹം 12 പന്ത് നേരിട്ട് 32 റൺസ് അദ്ദേഹം അടിച്ചു. 250 റൺസ് അദ്ദേഹത്തിന്റെ ഒരു കമിയോ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയണം. 6 ബൗണ്ടറികളും 1 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് വന്നു. 266 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശി. പ്രശാന്ത് വേർ മറ്റൊരു 14 കോടി താരം 7 പന്തിൽ 6 റൺസാണ് എടുത്തത്. 2 പേർക്കും പ്രഷർ താങ്ങുന്നുണ്ടെന്ന് സംശയമാണ്. അദ്ദേഹം ഒരു 4 ഒക്കെ അടിച്ചു, ഒരു ബാക്കോട്ടേക്ക് ഒരു 4 അടിച്ചു എന്ന് നമ്മൾ കണ്ടില്ലേ. എക്സ്ട്രാസ് 17 എക്സ്ട്രാസ് ആണ് പഞ്ചാബ് കിങ്സിന് ആയിരുന്നത്. അവസാനത്തെ ഇഷ്ടംപോലെ വൈഡൊക്കെ കൊടുക്കുന്നത് കണ്ടു. ഇനി ബോവറുടെ ബോളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അർഷദീപ് സിംഗിന്റെ കാര്യത്തിൽ 4 ഓവറിൽ 41 റൺസാണ് അർഷദീപ് വിട്ടുകൊടുത്തത്. ക്സാവിയർ ബാട്ട്ലെറ്റ് 4 ഓവറിൽ 48 റൺസാണ് ക്സാവിയർ ബാട്ട്ലെറ്റ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് അദ്ദേഹം എടുത്തു. ക്സാവിയർ ബാട്ട്ലെറ്റ് ആണ് സഞ്ജു സാംസനെ പറഞ്ഞു വരുന്നത്. മാർക്കോ യാൻസൺ 4 ഓവറിൽ 43-1. വിജയകുമാർ വൈശാഖ് 4 ഓവറിൽ 38-2. യശ്വേന്ദ്ര ചഹൽ 3 ഓവറിൽ 21. ചഹലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർ കോട്ട കംപ്ലീറ്റ് ആക്കിയില്ല. അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നറാണ്. അദ്ദേഹത്തിന്റെ കോട്ട കംപ്ലീറ്റ് ആക്കിയില്ല. അദ്ദേഹം ഒരു ബൗണ്ടറി പോലും കൊടുക്കാതെയാണ് ഇന്ന് ബോൾ ചെയ്തതെന്ന കാര്യം കൂടി ഓർക്കണം. പിന്നെ മാർക്കസ് സ്റ്റോയിനസ് 1 ഓവറിൽ 17-0 എന്നിങ്ങനെയാണ് അവരുടെ ബോളിംഗ് ഉള്ളത്. എന്നാൽ മറുപടി ബാറ്റിംഗ് വരുന്ന PB കേസോ തുടക്കത്തിലേ അടിച്ചങ്ങട് കളിച്ചില്ലേ. അവര് പ്രിയാൻ ഷാരിയ മിന്നുന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. 11 പന്തിൽ 39. അദ്ദേഹത്തിന്റെ അടി കണ്ടപ്പോൾ തന്നെ CSKയുടെ ബൗളർ ഒന്നുമല്ലാണ്ടായിപ്പോയി. CSKയുടെ കാര്യത്തിലേക്ക് അവരുടെ ബൗളിംഗ് എന്താണ് ചെയ്യുന്നത്? ഈ ബൗളേഴ്സ് വെച്ച് അവർ എവിടെ എത്താണ്? അതാണ് നമ്മൾ സ്കോഡ് അനലൈസ് ചെയ്യുമ്പോൾ പവർ റാങ്കിങ്ങിൽ പറയുന്നത്. കാരണം ഈ ബൗളിംഗ് വെച്ചിട്ട് അവർക്ക് എവിടെ എത്താൻ സാധിക്കില്ല. അത്രയും ഇതിലൊന്നും പറ്റാത്തൊരു ബൗളിംഗ് നിര. ഇപ്പൊ മാറ്റ് ഹെൻഡ്രിക്കാണ് അവരുടെ പ്രധാനപ്പെട്ട ബൗളർ. ഹെൻഡ്രിക്ക് ഇന്നലെ ഇപ്പൊ കിട്ടിയത് എത്രയാണ് അറിയോ? 4 ഓവറിൽ 54 റൺസാണ് ഹെൻറി വിട്ടുകൊടുത്തത്. പ്രിയാൻ ഷാരുടെ കാര്യത്തിലേക്ക് 11 പന്തിൽ 39 മിന്നുന്ന പറയുന്നത്. 4 സിക്സും 3 ബൗണ്ടറികളും ആ പയ്യൻ അടിച്ചു കൂട്ടി. പ്രഭ്സിമ്രൻ സിംഗ് വളരെ മില്ലാണ് പോയത്. പക്ഷെ എന്നാലും 34 ബോളിൽ 43 റൺ അടിച്ചു. 6 4 1 6. കൃത്യമായ ഘട്ടത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു. അദ്ദേഹം റൺഔട്ടാണ് ആയത്. കൂപ്പർ കണോളിയുടെ സൂപ്പർ കണോളി 22 പന്തിൽ 36 റൺസാണ് കൂപ്പർ കണോളി അടിച്ചത്. 6 ബൗണ്ടറികൾ വന്നു. കഴിഞ്ഞ കളി കളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു 1 മാച്ച് വണ്ടറാണ്, അല്ലെങ്കിൽ അത്രേ പറ്റൂ, അദ്ദേഹത്തിനൊന്നും പറ്റില്ല, IPL തിളങ്ങാൻ പറ്റും, ഓസ്ട്രേലിയക്ക് മാത്രം തിളങ്ങുന്നാലും. പക്ഷെ തെളിയിച്ചില്ലേ, ഇന്നലെ അദ്ദേഹം അടിച്ചില്ലേ. പിന്നെ അയ്യർ ദി ഗ്രേറ്റ്, എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം 29 ബോളിൽ 50 റൺസാണ് ശ്രേയസ് അയ്യർ എടുത്തത്. അദ്ദേഹമാണ് ഈ IPL ഏറ്റവും മികച്ച ക്യാപ്റ്റനും ബാറ്റ്സ്മാനും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഹാൽ വധേര 9 ബോളിൽ 10. ശശാങ്ക് സിംഗ് 6 ബോളിൽ 14. സ്റ്റോയിനസ് 3 ബോളിൽ 9 റൺസ്. ഇനിയിപ്പോ CSKയുടെ ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ ഖലീൽ അഹമ്മദ് വിട്ടുകൊടുത്തത് 3 ഓവറിൽ 28 റൺസ്. മാറ്റ് ഹെൻറി വിശ്വസ്തനായ ബോൾ, ഞാൻ പറഞ്ഞു 4 ഓവറിൽ 54. അൻഷുൽ കമ്പോജ് 3.4 43-2. നൂർ അഹമ്മദ് 4 ഓവറിൽ 38-0. രാഹുൽ ചഹർ 4 ഓവറിൽ 46-0.
നിങ്ങൾ നോക്ക്, ഈ ഇപ്പൊ ഇമ്പാക്ട് ആയിട്ട് രാഹുൽ സാറിനെ അടുത്ത് വരിക. അവരിപ്പോ കഴിഞ്ഞ കളിയിൽ മികച്ച പ്രവണതയും ജെയിമി വട്ടം കളിച്ചിട്ടില്ല. അപ്പൊ 2 വിദേശം തന്നെ മാത്രം വെച്ചാണ് അവർ കളിക്കാൻ ഇറങ്ങിയത്. ഈ ബൗളിംഗ് വെച്ചിട്ട് CSK എത്താൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോ തലവേദന MSD വന്നാൽ മാത്രം അദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. തന്ത്രങ്ങൾ വെച്ചിട്ട് വേണം എതിരാളികളെ പൂട്ടാൻ. പിന്നെ ഇന്നലെ കളിക്ക് ശേഷം ഋതുരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കിപ്പോ ഇന്നലത്തെ കളി തോറ്റു, പക്ഷേ കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കളി ബാറ്റിംഗിൽ അത്ര മികച്ച പെർഫോമൻസ് ഇല്ല, പക്ഷെ ബാറ്റിംഗിൽ ഇപ്പൊ എല്ലാവരും ക്ലിക്കായി. പ്രത്യേകിച്ച് ആയുഷ് മാത്രം 1 ഡൗണിൽ ഇറങ്ങിയിട്ട് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വെച്ചു. ബോളിംഗിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. ഇപ്പൊ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിൽ അവസാനം 6 കളി കളിച്ചിട്ട് 6 കളിയും അവര് തോറ്റിട്ടുണ്ട്. എല്ലാ കളിയും തോറ്റു. ആ പഴയ ഫോർട്രസ് ഒന്നും ഇപ്പോഴില്ല എന്നാണ് വിശദമായിട്ട് ആദ്യമേ പറഞ്ഞത്. പിന്നിപ്പോ നമ്മുടെ പഞ്ചാബ് കിങ്സ് ആകെ കിങ്സ് ഓഫ് 200+ ചേസസ് ഇൻ IPL. കാരണം അവർ 8 തവണയാണ് ഇപ്പോ IPL 200+ എടുത്തത്. ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ട് അവരിപ്പോ 5 തവണ അവര് ചെന്നൈ എടുത്ത് 200-ന് മുകളിൽ റൺസ് അവർ ചേസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ബൈ ടീം ഇൻ T20s ആണ്. അപ്പൊ ചെന്നൈ ഇപ്പൊ പഴയ ഫോമിലേക്ക് ഇല്ല, എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ എന്താവുമെന്ന് കണ്ടറിയണം. ഈ ബൗളിംഗ് വെച്ചിട്ട് എന്തായാലും മുന്നോട്ട് പോകില്ല. അതിന് എന്ത് മാർഗങ്ങൾ ചെയ്യും, എന്ത് പരിശ്രമം അവർ ചെയ്തു വെക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.